ഞാൻ ഇന്ന് ഒരു എഗ് റൈസ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായി ആദ്യം കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെജിറ്റബിൾ ഓയിലാണ് ഇതിനായി ഉപയോഗിക്കുന്നത്. അതിലേക്ക് പുഴുങ്ങിയെടുത്ത 4 മുട്ട ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. മുട്ട വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഒരു ടീസ്പൂൺ ഗ്രീൻ ചില്ലി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ചെറുതായി അരിഞ്ഞ 1 കപ്പ് സവാള കൂടി ഇട്ട് കൊടുക്കാം. വഴന്നു വന്ന സവാളയിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കണം. ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. ചെറുതായി അരിഞ്ഞു വെച്ച 1 കപ്പ് തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് ആദ്യം വറുത്ത് വെച്ച മുട്ട കൂടി ചേർത്ത് കൊടുക്കണം. മസാല കുറുകി വരുമ്പോൾ അതിലേക്ക് റൈസ് ചേർത്ത് കൊടുക്കാം. വേവിച്ച് തണുക്കാനായി വെച്ചിരുന്ന ചോറാണ് ഇട്ട് കൊടുക്കുന്നത്. രണ്ട് പ്ലേറ്റ് ചോറാണ് ഞാൻ ഇതിനായി എടുത്തിട്ടുള്ളത്. കുറച്ച് ചോറിട്ട് ഇളക്കി അല്പം മല്ലിയില, പുതിനയില ഇവ കൂടി ചേർക്കാം. എല്ലാം നന്നായി ഇളക്കി ചേർത്ത് 2 മിനിറ്റിന് ശേഷം തീ ഓഫ് ചെയ്യാം. ചാക്കരിയാണ് ഞാൻ ഇതിനായി ഉപയോഗിച്ചിരിക്കുന്നത്. ബിരിയാണി റൈസ് ഒന്നുമല്ല. നെയ്യും ബിരിയാണി അരിയും ഒന്നുമില്ലെങ്കിലും നമ്മുടെ വീട്ടിലുള്ള വെള്ളയരിയോ ചമ്പാവരിയോ ഏതരി വേണമെങ്കിലും ഇതേപോലെ ഉണ്ടാക്കി നോക്കാം.